ലെറ്റേഴ്സ് കൂടെ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് വീണ്ടും ഇനി ക്യാപിറ്റൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടതെന്ന് മിസ് പറയും. ആ തന്നിട്ടുള്ള സ്ട്രോക്കിൽ അത് എഴുതിയിട്ട് നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്ക് വരിക കേട്ടോ. വീണ്ടും അതിനി മിസ് നമ്മുടെ സ്ലേറ്റിൽ ഒന്ന് എഴുതി കാണിച്ചിട്ട് ഒരുപാട് ഡിലേ ആക്കുന്നില്ല. നമുക്ക് UKG സ്റ്റാർട്ട് ചെയ്യാറായി. ഓക്കെ, സോ MNOPQR. M as in mango, N net, O orange, P what is that? P എന്താണ്? അവിടെ ഉണ്ടല്ലോ ഒരാള്. ആരാണത്? Yes, P for panda. Q. Q. Queen. Queen ആണല്ലേ അവിടെ ഉള്ളത്. She's a queen. Then R. Rose. Okay. M N O P Q R. Mango, net, orange and panda, queen and rose. Okay. So MNOPQR എന്നുള്ളത് എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എഴുതിയിട്ട് വരിക കേട്ടോ. എല്ലാവരും എഴുതണേ, മുഴുവൻ പേരും എഴുതുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് നിങ്ങളുടെ കോപ്പി ബുക്കിൽ എത്ര വരെയാണോ എഴുതിയിട്ടുള്ളത് അതിന്റെ ബാക്കിയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കോപ്പി ബുക്കിലും ഫോളോ ചെയ്യാം കേട്ടോ. മിക്കവാറും പേര് മുഴുവൻ എഴുതിയിട്ടുണ്ടാവും. കുറെ പേരൊക്കെ എഴുതി നമ്മൾ ഫസ്റ്റ് സെം എടുത്തപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്തിട്ട് എഴുതുക കൂടെ തന്നെ. ഓക്കെ. Then here is some enrichment activity. Match the pictures with the letters. Letters ഉം pictures ഉം തമ്മിൽ match ചെയ്യുക. All of you take your pencil and match the following. First one, it is the newspaper. Start with the N. Second, it's a panda and match with which letter? Janaki. Panda for match with which letter? Panda. Panda എന്നുള്ളത് ഏത് ലെറ്ററുമായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ജാനകി? P. P. Yes. P for panda and match with P. Panda എന്നുള്ള പിക്ചർ എങ്ങോട്ട് മാച്ച് ചെയ്യാ? P യിൽ വരച്ചിട്ട് മാച്ച് ചെയ്യാ കേട്ടോ അത്. Then next, it's a, what is the next picture? What is that, Afia? അടുത്ത കാണുന്ന പിക്ചർ ഏതാണ് അഫിയ? Monkey. Yes, it's a monkey. And what is the starting letter of monkey? M. M. Okay. M. So match with the M. M ഉമായിട്ട് വരച്ച് match ചെയ്യുക. M. Then which picture is the next one? Rishan. അടുത്ത ചിത്രം ഏതാണ് മോനെ? ഏതാണ് റിഷാനെ? മങ്കി കഴിഞ്ഞിട്ട് മങ്കിയുടെ താഴെ വേറൊരു ചിത്രം ഉണ്ടല്ലോ. What is that? Orange. And what is the starting letter of orange? O. O. Okay. Match with O. Yes, okay. O യുമായിട്ട് വരച്ചത് മാച്ച് ചെയ്യുക. M monkey, orange and newspaper, P panda. Okay. Then color the walls with the same color. Okay. Letters, same letters ഉള്ള പിക്ചറിന് സെയിം കളർ കൊടുക്കുക. 6 ലെറ്റേഴ്സ് ഉള്ളതിന് റെഡ് കളർ കൊടുക്കുക. Q ആണെങ്കിൽ യെല്ലോ കളർ കൊടുക്കുക. ആ ആക്ടിവിറ്റി എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും ചെയ്തിട്ട് വരണേ. ആക്ടിവിറ്റി ചെയ്യാ. തന്നിട്ടുള്ള നമ്മുടെ ലെറ്റേഴ്സും കൂടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഓക്കെ. Then ഇനി നമുക്ക് പുതിയൊരു സെക്ഷൻ ആണുള്ളത്. ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സ് പേജ് നമ്പർ 26 and 27. നെക്സ്റ്റ് പേജ് എടുക്കാം. ആക്ഷൻ വേർഡ്സ്.
ഓക്കെ, ആക്ഷൻ വേർഡ്സ് എടുത്തോ? കുറേ ആക്ഷൻ വേർഡ്സ് അവിടെ തന്നിട്ടുണ്ടല്ലേ? എന്തൊക്കെ ആക്ഷൻ വേർഡ്സ് ആ ഉള്ളത് നോക്കാം. പെയിന്റ്, ടോക്ക്, ബ്ലോ, ടൈ, പുൾ, ഡ്രോ, pour, run, sing, push, eat, pick, open, carry. These are action words. These all are action words. What is action word? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലേ, എന്തെങ്കിലും ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ആക്ഷൻ വേർഡ്സ്. ഇപ്പൊ ഈറ്റ്, ഇറ്റ്സ് an ആക്ഷൻ. ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ വേർഡ് ആണ് അല്ലേ? എന്ത് ചെയ്യും നമ്മൾ? ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ? ഫുഡ് എടുക്കുന്നു, കഴിക്കുന്നു. സോ അതിന് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുക്കുക, പിക്ക് ചെയ്യുക അല്ലേ? കഴിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നതിന് പിക്ക് ചെയ്യുക. അപ്പൊ അതെന്താണ്? അതൊരു ആക്ഷൻ ആണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയാ. പെയിന്റ് ചെയ്യുന്നു, നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? എഴുതുകയാണെന്ന് വിചാരിക്കുക. റൈറ്റിംഗ് is an action. പെയിന്റ് is an action. സിംഗ് ആക്ഷൻ ആണ് അല്ലേ? പാട്ട് പാടുക. then dance, it's an action. talk, സംസാരിക്കുക. മിസ് ഇപ്പൊ സംസാരിക്കുകയാണ് നിങ്ങളോട്. it's an action word. ആക്ഷൻ ആണ് അല്ലേ അതൊക്കെ? so talk എന്നുള്ളത് എന്താണ്? ഒരു ആക്ഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? നമ്മൾ എന്തെങ്കിലും വലിക്കുക, എടുക്കുക, പാട്ട് പാടുക, തള്ളുക, ഓടുക, ചാടുക, ഇതൊക്കെ ആക്ഷൻസ് ആണ് അല്ലേ? ഇതൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്ന. so these kinds of words is called action words like paint, talk, blow, sing, open, carry, pick, eat, run, pour. ഇതൊക്കെ ആക്ഷൻ ആണ്. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയാ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആക്ഷൻ വേർഡ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണ് ആക്ഷൻ വേർഡ്സ് എന്നുള്ളത്? സംസാരിക്കുന്നതും പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ എന്താണ്? ആക്ഷൻ ആണ് കേട്ടോ. സോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ പിക്ചേഴ്സിൽ? പെയിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എ ഗേൾ doing paint, then a boy talk with someone, a girl blow a balloon, and a girl pull a stool, and a boy tie a gift box, and another boy open the door, and a girl sing a song, and two boys are push a table, then a girl eat some snacks, and other girl pick a laddu from that table, then a boy pour a juice from its cover to a glass, and some other boy draw a picture from a book, and then a small dog is run from there. Then കുറേ ആക്ഷൻസ് ഉണ്ടല്ലേ? ഇതൊക്കെ എന്താണ്? ഒരാൾ ഓടുന്നുണ്ട്, ഒരാൾ ചാടുന്നു, ഒരാൾ വാതിൽ തുറക്കുന്നുണ്ട്, ഒരാൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരാൾ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ആക്ഷൻസ് ആണ്. മനസ്സിലായോ എന്താണ് ആക്ഷൻ? ഇരിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഇതിനൊക്കെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? ഓടുക, ചാടുക, കളിക്കുക, ചിത്രം വരയ്ക്കുക, പഠിക്കുക, എഴുതുക. ഓക്കെ, these are action words. Then next then നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള ലെറ്റേഴ്സ് മിസ്സിന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് മിസ് പറഞ്ഞു. നമുക്ക് ഇതിലുള്ള മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ആ ആക്ടിവിറ്റീസ് നമുക്ക് എങ്ങനെയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആക്ടിവിറ്റീസും കൂടെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ UKG സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമുക്കിപ്പോൾ വേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെറ്റേഴ്സ് മിസ് ഇനിയും വീണ്ടും ഓരോരുത്തരോടായിട്ട് അത് എഴുതാൻ ഓരോ ദിവസം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒട്ടും നീങ്ങില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ലെറ്റേഴ്സ്, ഇനിയിപ്പോ കുറച്ച് ലെറ്റേഴ്സ് കൂടിയേ ഉള്ളൂ. നമ്മളിപ്പോ ഇന്നത്തെ ദിവസം മിസ് നിങ്ങൾക്ക് 6 വരെ തന്നിട്ടുണ്ട്. then STUVWXYZ അത്രയുമാണ് ഉള്ളത് അല്ലേ?
അപ്പോൾ ആ ലെറ്റേഴ്സ് കൂടെ നിങ്ങൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിലേക്കും അടുത്ത ക്ലാസ്സിലേക്കുമായിട്ട് ആ ലെറ്റേഴ്സ് ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ആക്ടിവിറ്റീസും ചെയ്യുക കേട്ടോ. എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയും ആ ലെറ്റേഴ്സും ഫില്ല് ചെയ്യുക. രണ്ടും നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഫില്ല് ചെയ്തിട്ട് മിസ്സിന് അതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം. 2 പേജിലാണ് ഇനി 2 ലെറ്റേഴ്സ് എഴുതാനുള്ളതും അതിന്റെ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി 2 ചെയ്യാനും ഉണ്ട്. നമുക്ക് ഇനിയും കുറച്ചധികം ഉണ്ട്. അപ്പോൾ പതുക്കെ പോയാൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കുറച്ച് അതുകൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് പേജ് മീൻസ് ഇപ്പൊ ലെറ്റേഴ്സ് നിങ്ങൾ ഫില്ല് ചെയ്യുമല്ലോ അല്ലേ? മിസ്സിന് വീണ്ടും ആ ലെറ്റേഴ്സ് എഴുതി കാണിക്കണ്ടല്ലോ. വേണോ? വേണ്ട. ആ ലെറ്റേഴ്സ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അത് ചെയ്തിട്ട് പേജ് നമ്പർ 24 മിസ് ഇപ്പൊ തന്നിട്ടുണ്ട്. അതിന്റെ മാച്ച് ദ ഫോളോയിങ് നമ്മളിപ്പോ ചെയ്തു. ദാ ഇവിടെ ഈ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്തു. താഴെയുള്ള ഈ കളറിംഗ് ആക്ടിവിറ്റി നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്ക് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ആക്ഷൻ വേർഡ്സ് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ലെറ്റേഴ്സും ഫില്ല് ചെയ്യാം. മുഴുവൻ പേരും ചെയ്യണേ, മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ കുറച്ച് സ്പീഡായേ പറ്റൂ. സോ അത് കഴിഞ്ഞിട്ടുള്ള ഈ ആക്ടിവിറ്റിയും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെറ്റേഴ്സ് ഏകദേശം ഫില്ല് ചെയ്ത് തീരും. അത് കഴിഞ്ഞിട്ട് ദെൻ നമുക്ക് ഇനി ഇതിൽ എടുക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേജ് നമ്പർ 34 നോക്കാം. പേജ് നമ്പർ 34 എടുത്തേ. 34 എടുത്തോ? ഓക്കെ, ഓപ്പോസിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അതിലുള്ളത്. ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് അതാണ് അതിൽ പഠിക്കാനുള്ളത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനു മുമ്പ് ഒരു പിക്ചർ സ്റ്റോറിയും ഉണ്ട്. പേജ് നമ്പർ 33 പിക്ചർ സ്റ്റോറി. സോ അപ്പൊ ആ പിക്ചർ സ്റ്റോറി വരെയുള്ള ലെറ്റേഴ്സ് നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിന്റെ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. ആ ആക്ടിവിറ്റിയും അതിന്റെ ലെറ്റേഴ്സ് ഫില്ല് ചെയ്യാനുള്ളതും ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി ആ 2 പേജിലുള്ള ലെറ്റേഴ്സ് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് ഈ പിക്ചർ സ്റ്റോറി പറയാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒരു സ്റ്റോറിയാണ്. സോ നമുക്ക് ആ പിക്ചർ സ്റ്റോറിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. എ പിക്ചർ സ്റ്റോറി. It was winter. One day it was a winter. It was the time of a winter. And one day who is this? Which picture is this? ഏത് പിക്ചർ ആണ് മിസ്? എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യാമേ. എല്ലാരും മിസ്സിന്റെ കൂടെ ഒന്ന് പറയാം ഏതൊക്കെ പിക്ചർ ആണെന്നുള്ളത്. ശബ്ദം ഉണ്ടാക്കരുത്. Yes, it is the sun. ഒരു സൺ ആണല്ലേ? സൺ. ഓക്കെ, okay, all of you listen. Don't talk, listen here. So it's a picture story. It was winter. അത് ഏത് സീസൺ ആയിരുന്നു? വിന്റർ സീസൺ ആണല്ലേ? It was winter season. And one day the sun, who is this? Don't talk. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുതേ, അപ്പൊ മിസ്സിന് ക്ലിയർ ആവില്ല. One day who is this? Sun. Okay. One day the sun was shining brightly. Suryan alle? Who is sun? Sun means Suryan alle? Suryan. Okay. One day the sun was shining brightly.
സൂര്യൻ നന്നായിട്ട് ഷൈനിങ് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല ബ്രൈറ്റ് ആയിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് ആകാശത്തില് അല്ലേ? Listen, listen. Shazin, listen here. Don't talk, okay? Then one day the sun was shining brightly. The sun was shining brightly. ഒരു ദിവസം നന്നായിട്ട് എന്തുണ്ട്? ഫാത്തിമ M, listen, listen. One day the sun was shining brightly. ഒരു ദിവസം സൂര്യൻ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. That means there is a heavy sunlight and it is okay. One day the sun was shining brightly and there is 2 pictures. Who are they? 3 pictures. And who are they? ആരൊക്കെയാണത്? My mummy and papa. Mummy and papa. Okay. Sorry, listen. Ishita, listen. Listen. Mummy, Papa. Yes, that is mummy and papa. It was winter. One day the sun was shining brightly. Mummy, papa, my sister. നിങ്ങള് ശബ്ദം ഉണ്ടാക്കുകയാണല്ലേ? നിങ്ങൾ മ്യൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ ഇപ്പൊ എല്ലാവരെയും. Okay. Then it was winter. One day the sun was shining brightly. My mummy, papa, and my sister and I went to the where they went to which place? Which place is that? That was a zoo. Okay, that is the zoo. Then it was winter. One day the sun was shining brightly. Mummy, papa, my sister and I went to the zoo. അല്ലേ? ഒരു ദിവസം നല്ല സൂര്യപ്രകാശമുള്ള ദിവസമായിരുന്നു അല്ലേ? നല്ല വെയിലുള്ള ഒരു ദിവസം. മമ്മിയും പപ്പയും എൻ്റെ സിസ്റ്ററും ഞാനും എവിടെ പോയി? Where they go? They go to a zoo. ഞങ്ങൾ ഒരു സൂവിൽ പോയി, ഒരു മൃഗശാലയിൽ പോയി ഞങ്ങൾ അല്ലേ? Then we saw 2 elephants. 2 elephants. 2 ആനകളുണ്ട് അല്ലേ? elephants ഉണ്ട്. So we saw 2 elephants and a monkey. ഞങ്ങൾ 2 elephantനെയും ഒരു monkeyനെയും അവിടെ കണ്ടു. Then the monkey was swinging from a tree. monkey എന്ത് ചെയ്യായിരുന്നു? ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ആടി കളിക്കുകയായിരുന്നു അല്ലേ? മരത്തിന്റെ മുകളിൽ കൂടെ ആടി കളിക്കുകയായിരുന്നു. Who? A monkey. And a tiger was resting in the sun. ഒരു ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? നിഷാൻ, listen. A tiger was resting in the sun. ഒരു ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? വെയിലത്ത് ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലേ? അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. Then സൂവില് പോകുമ്പോ കാണുന്നതാണ് ഇതൊക്കെ അല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ സൂവില്? മൃഗശാലയിൽ പോയിട്ടുണ്ടോ? സായിക്കൊക്കെ പോയിട്ടുണ്ട്. സായിക്ക് പോയിട്ടുണ്ട്, നിഷാൻ പോയിട്ടുണ്ട്, ജാനകി പോയിട്ടില്ല, റിഷാനും പോയിട്ടുണ്ട്. ഓക്കെ. ഹനിയ ഫാത്തിമ പോയിട്ടുണ്ട്, ആഫിയയും പോയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ സൂവിൽ പോകുമ്പോ അവിടെ എന്താണ്? ആനിമൽസ് ആണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഈ കുട്ടിയും അവരുടെ മമ്മിയും പപ്പയും സിസ്റ്ററും ഒക്കെ പോയപ്പോ എന്തൊക്കെ കണ്ടു? We saw 2 elephants and a monkey. The monkey was swinging from a tree. A tiger was resting in the sun. A deer was running about. ഒരു deer എന്ത് ചെയ്യുന്നുണ്ട്? ഓടുന്നുണ്ടായിരുന്നു അല്ലേ? മാൻ, ഒരു മാൻ അതിലെ കൂടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. And my sister was happy to see a hippo in the pond. എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്തു? ഒരു പോണ്ട്. വാട്ട് ഇസ് പോണ്ട്? അവിടെ ഒരു കുളത്തിൽ ആരുണ്ട്? എ ഹിപ്പോ. എ ഹിപ്പോപ്പൊട്ടാമസ്. എ ഹിപ്പോ ഉണ്ടായിരുന്നു അവിടെ. അത് കണ്ടപ്പോ എൻ്റെ സിസ്റ്റർക്ക് എന്തായി? ഷീ ഈസ് വെരി ഹാപ്പി ടു സീ ദ ഹിപ്പോ. Then there were some ducks too in that pond. Okay. ആ പോണ്ടിൽ കുറെ ഡക്സും ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് താറാവുകൾ കൂടെ അതിലെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? We had fun. We enjoyed the whole day. That means we had fun. Then next day I went to meet my
grandma and grandpa. I told them about our visit to the zoo. ഞാൻ അവരോട് ഞങ്ങൾ സൂവിൽ പോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നിങ്ങളുടെ അമ്മമ്മയോടും അച്ഛനോടും ഒക്കെ പറയാറില്ലേ, ഞാൻ ഇവിടെ പോയിരുന്നു, അതൊക്കെ കണ്ടു, എന്തൊക്കെ അവിടെ കണ്ടു എന്നുള്ളതൊക്കെ നിങ്ങൾ പറയില്ലേ? പറയും. അതുപോലെയാണ്. സോ ലിസൺ വൺസ് അഗെയിൻ. ഇതൊരു പിക്ചർ സ്റ്റോറി ആണ്. ഈ പിക്ചർ ഒക്കെ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, അതിന്റെ പേരുകൾ കൂട്ടിയിട്ട് നമ്മൾ പറയാണ് വേണ്ടത്. ഇറ്റ് വാസ് വിന്റർ. വൺ ഡേ ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി. സൂര്യൻ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മമ്മി, പപ്പ, മൈ സിസ്റ്റർ ആൻഡ് ഐ വെന്റ് ടു ദ സൂ. എന്റെ മമ്മിയും പപ്പയും സിസ്റ്ററും ഞാനും കൂടെ ഇവിടെ പോയി, സൂവിൽ പോയി. വി സോ 2 elephant ആൻഡ് monkey. ഞങ്ങൾ 2 elephantനെയും ഒരു monkeyനെയും കണ്ടു. The monkey was swinging from a tree. monkey എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി കളിക്കുന്നുണ്ടായിരുന്നു. A tiger was resting in the sun. ഒരു ടൈഗർ സൂര്യപ്രകാശത്തിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. Then a deer was running about. ഒരു മാൻ അതിലെ കൂടെയൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. And my sister was happy to see a hippo in the pond. എന്റെ sister is happy അല്ലേ? എന്റെ sister വളരെ ഹാപ്പി ആയി. എന്ത് കണ്ടപ്പോ? A hippo in the pond. ആ കുളത്തിൽ ഒരു ഹിപ്പോ ഉണ്ടായിരുന്നു. Then there were some ducks too. അതില് ഹിപ്പോ മാത്രമല്ല, there were some ducks too. കുറച്ച് ducks കൂടെ അതിലുണ്ടായിരുന്നു. We had fun. That means we enjoyed the whole day very much. Then next day, അടുത്ത ദിവസം സൂവിലൊക്കെ പോയി വന്നിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്തു? I went to meet my grandma and grandpa. ഞാൻ എൻ്റെ ഗ്രാൻഡ്മേനെയും ഗ്രാൻഡ്പാനെയും കാണാൻ വേണ്ടി പോയി. I told them about our visit to the zoo. ഞാൻ അവരോട് ഞങ്ങൾ സൂവിൽ പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത്. മനസ്സിലായോ? Do you understand the story? മനസ്സിലായോ കഥ? മനസ്സിലായോ? Okay. Then next opposites words ആണ് പഠിക്കാനുള്ളത്. Opposites. Okay. നോക്കാം അല്ലേ? ഓപ്പോസിറ്റ് വേർഡ് മീൻസ് ഒരു വേർഡിന്റെ നേരെ തിരിച്ചല്ലേ? ഒരു വേർഡിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് പിക്ചർ നോക്കാം. എ നീറ്റ് ബോയ് അല്ലേ? സോ ഹീസ് വെരി ക്ലീൻ. ക്ലീൻ, നല്ല വൃത്തിയായിട്ടൊരു ആൺകുട്ടി ഉണ്ടല്ലേ? അവിടെ പോകുന്നു, കളിക്കാൻ പോവാണ്. കളിക്കാൻ പോകുമ്പോ എന്താണ്? നല്ല വൃത്തിയാണ് അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് പോകുമ്പോ നല്ല വൃത്തിയിലാണ് പോവുക. തിരിച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും? വളരെ ഡേർട്ടി ആയിട്ടായിരിക്കും അല്ലേ? ചെളിയിലൊക്കെ വീണ് ഡ്രസ്സിലൊക്കെ ചെളിയൊക്കെ ആക്കി അങ്ങനെയല്ലേ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരിക. സ്കൂളിൽ വരുമ്പോ, ഫോർ എക്സാമ്പിൾ, സ്കൂൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾ സ്കൂളിൽ വരുമ്പോ രാവിലെ നല്ല ഭംഗിയിലല്ലേ വരിക? നല്ല അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ കോംബ് ചെയ്ത് നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വെയർ ചെയ്ത്. പക്ഷെ തിരിച്ചു പോകുമ്പോഴെന്തായിരിക്കും? അവിടെ ഇവിടെയൊക്കെ കളിച്ച് പൊടിയും മണ്ണും ചെളിയും ഒക്കെ ആക്കിയിട്ടല്ലേ തിരിച്ചു പോവുക. സോ അതുപോലെയാണ് ക്ലീൻ ആൻഡ് ഡേർട്ടി. ക്ലീൻ എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. ഇത് പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചിട്ട് നിങ്ങളുടെ 4 ലൈൻ കോപ്പിയിൽ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്താണ്? ക്ലീൻ. ക്ലീൻ. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് എന്നാണ് ഫൗണ്ട് ചെയ്യേണ്ടത് അല്ലേ? ഏതാണ്? വെയിറ്റ്. ക്ലീൻ. ക്ലീൻ എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് ഹർഷാൽ?
Clean or dirty. യെസ് ക്ലീൻ ഓപ്പോസിറ്റ് ആണ് ഡേർട്ടി അല്ലേ DIRTY ക്ലീൻ ഡേർട്ടി ദെൻ ക്ലീൻ ആവാന്ന് വെച്ചാൽ എന്താണ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുക അല്ലെ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവുക ദെൻ ഓപ്പോസിറ്റ് ഡേർട്ടി വളരെ ഡേർട്ടി ആണ് ഡേർട്ടി വൃത്തിയില്ലാത്ത അല്ലേ വൃത്തിയുള്ളത് വൃത്തിയില്ലാത്തത് അല്ലേ നമ്മൾ ഉള്ള വേർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ ദെൻ next wet 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 what's the meaning of wet the word wet what's the meaning of wet ഫാത്തിമയം wet എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ് നനഞ്ഞത് നനഞ്ഞത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് ഏതാണ് മോളെ ഫാത്തിമ നനയാത്തത് നനയാത്തത് ദാറ്റ് മീൻസ് നനയാത്തത് എന്ന് പറയുമ്പോ ഉണങ്ങിയത് അല്ലേ ഉണങ്ങിയിട്ടിരിക്കുക ഡ്രൈ ആവുക വെറ്റ് ആൻഡ് ദെൻ ഡ്രൈ ഓക്കെ ഡ്രൈ നനഞ്ഞതും ഉണങ്ങിയതും അല്ലേ ആദ്യം ഏതാ നമ്മൾ പറഞ്ഞ വൃത്തിയുള്ളത് വൃത്തിയില്ലാത്തത് നനഞ്ഞത് നനയാത്തത് നനയാത്തത് മീൻസ് എന്താണ് നനയാത്തത് മീൻസ് ഉണങ്ങിയത് അല്ലേ ഉണങ്ങിയിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ഫുൾ ഫുൾ നിറച്ചും അല്ലേ മുഴുവൻ ഫുൾ ഫുൾ എന്ന് വെച്ചാൽ എന്താണ് മുഴുവൻ അല്ലേ കുറെ മുഴുവനായിട്ടുണ്ടാവുക ദെൻ അതിന്റെ എന്ത് ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് സായക്കെ which is the opposite word of full empty that means ഒന്നും ഇല്ലാത്തത് അല്ലേ ഉള്ളത് ഇല്ലാത്തത് അല്ലേ നിറച്ചുള്ളത് ഒന്നും ഇല്ലാത്തത് ഓക്കെ സോ നോക്കുക ഫസ്റ്റ് വൺ ഈ ഓപ്പോസിറ്റ് വേർഡ്സ് കോപ്പി ബുക്കിൽ എഴുതിയിട്ട് വരിക എന്നിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും പഠിക്കുകയും ചെയ്യാം മിസ് ചോദിക്കും വാട്ട് ഇസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ക്ലീൻ മുഹമ്മദ് മർവാൻ ആണോ മിസ്സിന്റെ ഇതിൽ ഇങ്ങനെ വരച്ചിടുന്നത് മോനെ okay then full empty then next sad 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 എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് നിഹാൽ സാഡ് എന്ന് വെച്ചാൽ എന്താണ് വളരെ സാഡ് ആയിട്ട് ഇരിക്കുക എന്താണ് സാഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഹാപ്പി ആണ് അല്ലേ സാഡ് മീൻസ് വിഷമം അല്ലേ ദുഃഖം വളരെ സങ്കടം ഉണ്ടാവുക ഹാപ്പി മീൻസ് സന്തോഷം സോ സാഡ് ആൻഡ് ഹാപ്പി ഓക്കെ ക്ലീൻ ഓക്കെ നിഹാൽ ക്ലീൻ dirty wet dry full empty sad happy okay ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് നന്നായിട്ട് പഠിക്കുക ഈ 4 വേർഡും അതിന്റെ ഓപ്പോസിറ്റ് വേർഡും കേട്ടോ clean dirty wet dry full empty sad happy സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷ് തന്നെയല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ലീവ് ചെയ്യാ എന്നിട്ട് ഒരു 12, 20, 25 ആകുമ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ